ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ജനറലായിട്ടുള്ളൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. പുതിയ വാഹനങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച് കഴിയുമെങ്കിൽ അത് കമ്പനി സർവീസ് തന്നെ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. ഏറ്റവും കുറഞ്ഞ ഒരു വീട്ടിൽ 1-2 വാഹനമെങ്കിലും ഇല്ലാത്ത ഒരു വീടുകളും ഇപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ 2015 ഹോണ്ട യൂണിക്കോൺ എന്ന് പറഞ്ഞ ഒരു ബൈക്ക് വാങ്ങുന്നത്. അതിനുശേഷം 2016 ഒക്ടോബറിൽ ഞാൻ ഹോണ്ട അമേസ് എന്ന് പറഞ്ഞൊരു പുതിയ വാഹനം ആലപ്പുഴ പെനിൻസുലാർ ഹോണ്ടയിൽ നിന്നാണ് വാങ്ങിയത്. അതിനുശേഷം ഞാൻ കമ്പനി സർവീസുകൾ തന്നെയാണ് കഴിവതും ചെയ്തുകൊണ്ടിരുന്നത്. പുറത്തങ്ങനെ കൊടുത്ത് സർവീസ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം, അതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദേവുമാറ്റിസ് എന്ന് പറഞ്ഞൊരു വാഹനത്തെ എൻ്റെ ഓൾട്ടർനേറ്റർ കംപ്ലൈൻറ്റ് വന്നിട്ട് ഞാൻ 4 സ്ഥാപനങ്ങളിലായിട്ട് ഏകദേശം 1 ലക്ഷത്തോളം രൂപ ചിലവാക്കി. മറ്റുള്ള പുറത്തുള്ള അതിന് കമ്പനി സർവീസ് ഇല്ലാതിരുന്നതുകൊണ്ട് ആ വാഹനം ഉപയോഗിച്ച് എൻ്റെ അനുഭവങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് കഴിവതും ഞാൻ ഹോണ്ട ഷോറൂമിൽ തന്നെയാണ് എൻ്റെ വണ്ടിയുടെ സർവീസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പല വാഹനങ്ങൾ മാറി മാറി ഉപയോഗിക്കാറുണ്ടായിരുന്നു. 2 ഇന്നോവ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് വെഹിക്കിൾ എനിക്ക് ഒരു ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെ വാഹന സംബന്ധമായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇപ്പോൾ ഞാനിത് വരാൻ കാരണം, ഞാൻ മാർച്ച് 5 എൻ്റെ ഹോണ്ട അമേസ് വാഹനം കുറച്ച് നാളുകളായിട്ട് ആ വാഹനത്തിൻ്റെ ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു. കാരണം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാഹനം ഉപയോഗിക്കുന്നില്ലായിരുന്നു. അത് ടാക്സി പർപ്പസ് ആയിട്ടുള്ള വാഹനമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ ഞാൻ വാഹനം ഇട്ടിരുന്ന ഭവനത്തിലുള്ള സൗകര്യങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയും അത്യാവശ്യം ഒന്ന് ഓടിച്ചു കൊണ്ടുവന്നിടുകയും ചെയ്യുമായിരുന്നു. ഒരു 2-3 ആഴ്ച അടുപ്പിച്ചത് ചെയ്യാൻ പറ്റാതെ ഒരു തിരക്കിലായി പോയതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ ബാറ്ററി ഡൗൺ ആയി പോവുകയും വീണ്ടും ആ ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ഓട്ടോക്കാരനാണ് അത് സെറ്റ് ചെയ്തത്. പക്ഷെ അത് സെറ്റ് ചെയ്തപ്പോൾ ബാറ്ററി തിരിച്ചാണ് സെറ്റ് ചെയ്തത്. നെഗറ്റീവും പോസിറ്റീവും തിരിഞ്ഞു പോയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ സംബന്ധമായ എന്തോ കംപ്ലൈൻറ്റ് വന്നു. ഞാനത് ആലപ്പുഴ പെനിൻസുലാർ ഹോണ്ടയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്നത് നോക്കിയിട്ട് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയെന്ന് വേണം അത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഞാൻ അതിൻ്റെ സർവീസ് ചാർജ് അടക്കം ഞാൻ അവർക്ക് പേ ചെയ്തിരുന്നു. ഞാൻ ഈ മാർച്ച് 5 നാട്ടിലോട്ട് അതിനുശേഷം വാഹന സംബന്ധമായി ഞാൻ പോകുന്നത്. മാർച്ച് 5 ഞാൻ അവിടെ ചെന്നിട്ട് ഞാനവർ അഡ്വാൻസ് വിളിച്ച് പറഞ്ഞ് 4 വിളിച്ച് പറഞ്ഞ് അവർ പിക്കപ്പ് ചെയ്യാനുള്ള വാഹനങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വണ്ടി കയറുന്നത്. അവരെന്നോട് ആ സമയത്ത് പറഞ്ഞിരുന്നത് മാർച്ച് 4 വൈകിട്ട് തന്നെ, അതായത് അവർ ടോയിൻ ചെയ്യുന്ന വാഹനം എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, മറ്റൊരു വാഹനം അവിടുത്തെ ഷോറൂമിൽ കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ അവരവിടെ ചെല്ലും. തിരിച്ച് ആ 3 മണിക്ക് ശേഷം അവരവിടെ നിന്ന് തിരിച്ച് ആലപ്പുഴ വന്നിട്ട് അത് പിക്ക് ചെയ്ത് ടോയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വന്നു. എന്നാൽ വന്നത് 10:30 ശേഷമാണ് ഈ വാഹനം എടുക്കാനായിട്ട് ഒരു വീട്ടിൽ ചെന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ പ്രോബ്ലം ആരംഭിക്കുന്നത്. അതിന് മുൻപേ പ്രശ്നമുണ്ട്. ഞാനത് വീഡിയോയുടെ അവസാനമായിട്ട് ഞാനത് ജോയിൻ ചെയ്യാം. ഈ വാഹനം എടുക്കുന്ന സമയം മുതലേ എൻ്റെ സർവീസ് സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെൻ്റെ ബിസിനസ്സിനെ പോലും എൻ്റെ ജോലിയെ പോലും ബാധിച്ചിരുന്നു ആ സമയത്ത്. ഞാനത് പിന്നീട് ചെയ്യാം. എന്നാൽ ഈ സ്റ്റോറി കറക്റ്റായിട്ട് പോട്ടെ. അങ്ങനെ
ഇവിടുന്ന് വാഹനം കയറിയ ഞാൻ ഈ രാത്രി 10 മണിക്ക് ശേഷം ഈ ടോയിങ് ചെയ്യാൻ ചെന്ന വ്യക്തിക്ക് ഞാൻ ഇവിടുന്ന് ആളെ ആ വണ്ടി തള്ളി എടുക്കാൻ വേണ്ടിയിട്ട് ആളെ കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു 6 മണി 7 മണി അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ ഉറങ്ങാതെ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പേഴ്സണൽ വീടുകളിൽ കയറാതെയൊക്കെ ആരെങ്കിലും അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ക്രമീകരിക്കാമായിരുന്നു. പക്ഷേ ഇത് രാത്രി 10:30-ക്ക് ശേഷമാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നത് സർവീസ് മാനേജറുമായിട്ട് വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആ വാഹനം എടുത്തിട്ട് ഫസ്റ്റ് വാഹനമായിട്ട് സർവീസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ഞാൻ പിറ്റേ ദിവസം രാവിലെ 10:30-ക്ക് 11 മണിയോളമായി ഞാൻ മാരാരിക്കുളത്തെത്തുമ്പോൾ ആ സമയം വരെ വാഹനം ടോയിങ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ഒരു വാഹനം വിളിച്ച് ഞാൻ ആ വാഹനത്തെ എൻ്റെ കാറ് ടോയിങ് ചെയ്ത് ഞാൻ അവിടെ കൊണ്ടുചെന്നു. ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നുകൊണ്ട് പുതിയ ബാറ്ററി മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുചെന്നത്. ഹോണ്ടയിൽ കൊണ്ട് ചെന്നതിന് ശേഷം ആലപ്പുഴ പെൻസിലർ ഹോണ്ടയിൽ കൊണ്ടുചെന്നതിന് ശേഷം ചെല്ലുമ്പോൾ നമുക്കറിയാം, നമ്മൾ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളെ മാക്സിമം സൂചിപ്പിക്കാവുന്ന ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് വാഹനം എടുപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും വാഹനം എടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം. പിന്നീട് സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് പിന്നെ ഇവരുടെ ഗെയിമുകൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. പിന്നെയാണ് ഇവർ വാ തുറന്ന കള്ളമേ പറയത്തുള്ളൂ. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. നമ്മൾ കംപ്ലൈൻറ്റ് ഇന്നതാണ് എൻ്റെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്, നമുക്ക് ആ കംപ്ലൈൻറ്റ് മാറ്റി കിട്ടണമെന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്താൽ പിന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വാഹനത്തിന് വേണ്ടി ചെയ്യണം. അതാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വാഹനം അവിടെ ഞാൻ കൊണ്ടുചെന്ന സമയത്ത് എല്ലാം ഭയങ്കര ബഹുമാനവും റെസ്പെക്റ്റോടു കൂടിയും ഒക്കെ സംസാരിക്കുകയും എങ്ങനെയെങ്കിലും അവർ സർവീസ് ചെയ്താൽ മാത്രമല്ല, അങ്ങനെ കൂടുതൽ സർവീസ് ചെയ്താൽ മാത്രമല്ലേ അവിടെ നിൽക്കുന്നവർക്ക് എംപ്ലോയിക്ക് കൂലി കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോർമലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി പൈസ ഉണ്ടാക്കുകയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റുവാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് എല്ലാ കസ്റ്റമേഴ്സിനും പ്രശ്നം ആരംഭിക്കുന്നത്. എന്നാൽ വളരെ നന്നായിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. എറണാകുളം പെൻസിലർ ഹോണ്ടയിൽ വലിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കൂടുതൽ അവിടെയാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ടയോട്ടയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഇന്നോവ ഉപയോഗിക്കുന്ന സമയത്തും ടയോട്ടയിലേക്ക് നമ്മൾ വാഹനം കൊണ്ടു കൊടുത്താൽ പക്ക സർവീസാണ് ഇവിടെ. ഞാൻ 2 വാഹനം ടയോട്ടയുടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എത്തിയോസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അല്ല, മറ്റൊരു വ്യക്തിയുടെയാണ്. അപ്പോൾ ടയോട്ട സംബന്ധമായിട്ട് നമുക്ക് വളരെ ഒന്നും അറിയേണ്ട നമ്മൾ അവരുടെ സർവീസ്, അവരുടെ കസ്റ്റമർ ഡീലിങ്സ് എല്ലാം പക്ക 100% ഓക്കെയാണ്. എന്നാൽ ആലപ്പുഴ പെൻസിലർ ഹോണ്ടയിൽ ഞാൻ വാഹനം എടുക്കുന്ന സമയം മുതൽ എനിക്കറിയാം, അവിടെ ഞാൻ വാഹനം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു പോലീസുകാരനും മകനും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വാഹനം ചെല്ലുന്നത്. അവരോടൊക്കെ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പലപ്പോഴും സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. എൻ്റെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരുന്നു. ഞാൻ പുതിയ ബാറ്ററി മേടിച്ച് വെച്ചിട്ടാണ് അവിടെ ചെന്നത്. ഓക്കെ, സാറ് നോക്കിത്തരാം, 2 ദിവസം എടുക്കും, 3 ദിവസം എടുക്കും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ വണ്ടി കൊടുത്തിട്ട് ഞാൻ തിരികെ ബാംഗ്ലൂരേക്ക് വന്നതിന് ശേഷം 5 ദിവസമായിട്ടും ഒരു അനക്കമില്ല. അങ്ങനെ ഞാൻ തിരിച്ച് സർവീസ് മാനേജറെ വിളിച്ചു. ജിതേഷ് എന്നാണ് അവൻ്റെ പേര്. അവർ വിളിച്ചു, സംസാരിച്ചു. നോക്കിയിട്ട് സാറേ സമയം എടുക്കും, ഞാൻ നോക്കിയിട്ട് പറയാം, ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ വാഹനം കുറച്ച് നേരം നോക്കി കഴിയുമ്പോൾ അത് ചെയ്യുന്നയാൾക്ക് ബോറടിക്കും. അന്നേരം പിന്നെ പുള്ളി അതിട്ടിട്ട് വേറെ വണ്ടി നോക്കാൻ പോകും. അപ്പോൾ ഡെയിലി ഇങ്ങനെയാണ്. അങ്ങനെ ചെയ്ത് ഏകദേശം അങ്ങനെ എന്നോട് പറയുന്ന അവധിയുടെ തലേ ദിവസമാകുമ്പോൾ രാവിലെ 11-11:30 പുള്ളി വിളിക്കും. ഇത് എന്നോട് പറഞ്ഞ അവധി കഴിയുന്ന സമയത്തിൻ്റെ തലേ ദിവസമാകുമ്പോൾ വിളിക്കും. എന്നിട്ട് അടുത്ത 5 ദിവസം അല്ലെങ്കിൽ അടുത്ത 7 ദിവസം അങ്ങനെ ചോദിക്കും. ഓക്കെ, അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ
ബാറ്ററി തിരിച്ചു വെച്ചതാണ് കംപ്ലൈൻറ്റ്. എൻ്റെ വണ്ടിയുടെ എൻജിൻ സംബന്ധമായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ല എൻ്റെ വാഹനത്തിന്. ഞാനതുപോലെ സർവീസ് നോക്കിക്കൊണ്ടിരുന്നതാണ്. എൻജിൻ സംബന്ധമായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത വാഹനമാണ്. എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ സർവീസ് മാനേജറെ വിളിച്ചു. അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്, അവർക്ക് സമയം കൊടുക്കുക, അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ നോക്കിക്കൊണ്ടിരിക്കണമല്ലോ, കാരണം ഇവർ സർവീസ് മാനേജറും ഇവരെല്ലാം ഇരിക്കുന്ന കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വണ്ടിയെല്ലാം സർവീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അവർ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും അവർ കാണുന്നുണ്ട് വണ്ടി. അങ്ങനെയാണ് അവർ പറയുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഹോണ്ട കമ്പനിയിലേക്ക് ഞാനൊരു മെയിൽ അയക്കാം. എൻ്റെ വണ്ടിക്ക് ഇന്ന പോലെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ഇങ്ങനെ ഒരു ഫാൾട്ട് സംഭവിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും ദിവസമായിട്ട് ഈ പെനിൻസുലാർ ഹോണ്ട ആലപ്പുഴയിൽ കൊണ്ട് വാഹനം ഇട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് അവർക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോണ്ട കമ്പനിക്ക് ഞാനൊരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞതിന് ശേഷം മുതൽ ഈ സർവീസ് അഡ്വൈസറായ ജിതേഷും ഈ സർവീസ് മാനേജരും അവർ കമ്പനിക്ക് ഹോണ്ടയ്ക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഹോണ്ടക്കാർ ഞങ്ങളോട് എന്തുകൊണ്ട് നിങ്ങൾ ECM മാറ്റിയില്ല, എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ കിറ്റ് മാറ്റിയില്ല എന്ന് പറഞ്ഞ് അവരെ പ്രഷർ ചെയ്യുമെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാണ്. പക്ഷേ എനിക്കറിയേണ്ടത് എൻ്റെ വണ്ടിക്ക് എന്താണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കുന്നത്, എനിക്ക് അതാണ് അറിയേണ്ടത്. വണ്ടി കൊണ്ട് ചെന്ന സമയം മുതൽ സ്കാന് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതാദ്യം ഞാൻ ചെന്നപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യുന്ന പയ്യൻ എന്നെ കാണിച്ചു തന്നു. അതുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല, ഇത് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഞാൻ എപ്പോൾ വിളിച്ചാലും പറയും ECM മാറ്റണം, അതിന് 70,000 രൂപയാവും, കിറ്റ് മാറ്റണം, അതിന് 30,000-40,000 രൂപയാവും. ഇത് മാത്രമേ എന്നോട് പറയാറുള്ളൂ. പിന്നെ എന്നോട് ഓരോ ഡേറ്റുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം മാർച്ച് 5-ാം തീയതി ഞാൻ വാഹനം കൊണ്ടിട്ടതിന് ശേഷം ഫൈനലി എനിക്ക് അവർ 26-ാം തീയതി എനിക്ക് വാഹനം തിരിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു. 24-ാം തീയതി ഞാൻ ഇവിടുന്ന് വീണ്ടും 26-ാം തീയതി എനിക്ക് വാഹനം തരാമെന്ന് പറഞ്ഞു. 24-ാം തീയതി കിട്ടേണ്ട വാഹനമാണ്. ആ സമയത്ത് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചെല്ലുമ്പോൾ ആ വാഹനം പുറത്ത് പറമ്പിലിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം വീണ്ടും എന്നോട്, അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ വണ്ടി സ്റ്റാർട്ട് എടുത്തു, ഒരു പ്രാവശ്യം സ്റ്റാർട്ട് എടുത്തു, ഒരു പ്രാവശ്യം വണ്ടി സ്റ്റാർട്ടായി, ഇനി അത് ഒന്നുകൂടി ചെക്ക് ചെയ്യണം, നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റാർട്ടായപ്പോൾ സംഭവിക്കുന്നത് ഡീസൽ ലീക്ക് ആകുന്നുണ്ടെന്നു. കാരണം എൻ്റെ വണ്ടിക്ക് എൻജിൻ സംബന്ധമായ യാതൊരു പ്രശ്നമില്ല. കുറച്ച് നാളുകൾ വാഹനം വെറുതെ കിടന്നെന്നുള്ളതല്ല, ഞാൻ എൻ്റെ എൻജിൻ ഓയിൽ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. വേറെ ഒരു പ്രശ്നവും എൻ്റെ വാഹനത്തിനില്ലായിരുന്നു. ഡീസൽ ലീക്ക് ആകുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന സാധനങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാര്യം ചെയ്യ്, ആ മാറ്റേണ്ട സാധനത്തിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ഇടാൻ പറഞ്ഞു. അതിൻ്റെ ഫോട്ടോ, ആ ഫോട്ടോ ഇടാൻ പറ്റത്തില്ല, അതിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഇടാൻ പറഞ്ഞു. അങ്ങനെ അത് ഇടാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഫൈനലി സാധനം ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് ഓർഡർ ചെയ്ത് എനിക്ക് വണ്ടി ശരിയാക്കി തരാമെന്ന് പറഞ്ഞതിൻ്റെ ആ ദിവസമാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഓർഡർ ചെയ്തോളാൻ പറഞ്ഞിരുന്നു. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതവർ കേരളത്തിൽ ഒറ്റ ഷോറൂമിലില്ല, പാർട്സിലൊന്നും ഇല്ല. പിന്നെ കിട്ടുന്നത് ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ. ചെന്നൈയിൽ നിന്നാണ് നമ്മൾ വരുത്തിക്കുന്നതെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു 3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ഇത് വരാൻ. ഓക്കെ, ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. ഈ 3 ദിവസം കഴിഞ്ഞാണ് ഞാനിവിടെ നിന്ന് കയറുന്നത്. ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോൾ വീണ്ടും പറമ്പിൽ കിടക്കുകയാണ് വണ്ടി. ഓക്കെ, ഞാൻ ചെന്നിട്ട് പറഞ്ഞു വണ്ടി അതിൻ്റെ ഡീസൽ ലീക്ക് ഒന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി വന്ന് ഡീസൽ ലീക്ക് എന്നെ കാണിച്ചു തന്നു, വണ്ടി സ്റ്റാർട്ടാക്കും. അപ്പോൾ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് മെക്കാനിക്കിനെ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് എൻജിൻ എൻ്റെ സൈഡിലിരിക്കുന്ന ഒരു സ്ക്രൂ, ഞാനത് അതിനകത്ത് പിക്ചർ സഹിതം ഞാൻ ഈ ഡീറ്റെയിൽ എല്ലാം വീഡിയോയ്ക്കകത്തിടാം, എന്നെ കാണിച്ചു തന്നു. ഡീസൽ ലീക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു ഓർഡർ ചെയ്ത സാധനം ഇതുവരെ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പോഴേക്കും 4 ദിവസമായി. വന്നില്ല സാർ, ഇപ്പോഴും ബില്ലടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി തരാമെന്ന് ചോദിച്ചു.
ഇപ്പം ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടുന്ന് ബില്ല് ചെയ്ത് ഇന്ന് വൈകിട്ട് അവിടെ നിന്ന് കയറും, നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ പാർട്സ് ഇവിടെ എത്തും. അന്ന് എത്തിയാൽ പിറ്റേ ദിവസം വർക്ക് ചെയ്ത് വണ്ടി തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ശേഷം എനിക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞ ആ ദിവസം ഞാൻ ചെല്ലുമ്പോൾ വണ്ടി അതേപോലെ ആ പറമ്പിൽ കിടക്കുക, ഗ്രൗണ്ടിൽ കിടക്കുക. ഞാൻ ചോദിച്ചു വണ്ടി റെഡിയായോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല സാറേ ബില്ലടിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അതായത് 3 ദിവസത്തിന് മുമ്പ് ചെന്നൈയിൽ ബില്ലടിച്ച് തുടങ്ങിയത് 3 ദിവസം കഴിഞ്ഞിട്ടും ആ ബില്ല് അടിച്ചുകൊണ്ടേ ഇരിക്കുക. അത്രയ്ക്ക് വലിയ നീളമുള്ള ബില്ലായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാർട്സ് അവിടെ നിന്ന് കയറിയോ? ഇല്ല, ഇന്ന് ഇപ്പം ബില്ലടിച്ച് കഴിയും, ഇപ്പം തന്നെ ഇന്ന് തന്നെ അവിടെ നിന്ന് ഡെലിവറി ആകുമെന്ന് പറഞ്ഞു. ഉടനെ അന്നേരം എനിക്ക് ഞാൻ ക്ഷുഭിതനായി. കാരണം അത് ആർക്കായാലും അങ്ങനെ സംഭവിക്കുകയാണ്. കാരണം ഞാൻ അതുപോലെ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഞാൻ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 പ്രാവശ്യമായിട്ട് ഈ വണ്ടി അവിടെ കയറ്റിയതിന് ശേഷം മാർച്ച് 5-ന് ശേഷം ഞാൻ 4 പ്രാവശ്യമായിട്ട് പോയി ഇതിനു വേണ്ടി. ഇത്രയും കാര്യങ്ങൾ ഈ 26-ാം തീയതിക്ക് മുമ്പ് വരെ. അപ്പോൾ ഇപ്പോഴും ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം ഞാൻ വണ്ടി കൊണ്ട് കൊടുത്തതിന് ശേഷം അന്നു മുതൽ എന്നോട് പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണ്. ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പം മാത്രമല്ല പെൻസിലർ ഹോണ്ടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് നല്ല ഡീലിങ്ങിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷെ എന്നോട് സംബന്ധമായി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കള്ളങ്ങളായിരുന്നു. ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ബില്ലടിച്ച് തരാൻ പറഞ്ഞു. എനിക്ക് വണ്ടി ബില്ലടിച്ച് എനിക്ക് വണ്ടി ഇന്ന് കൊണ്ടുപോകണം, നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഇന്ന് വണ്ടി തരണം, എനിക്ക് കൊണ്ടുപോകണം, എനിക്കിനി ഇന്ന് വൈകിട്ട് തിരിച്ച് പോകേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ സർവീസ് മാനേജർ വന്നിട്ട് അദ്ദേഹം അവിടെ കിടന്ന് ഭയങ്കര ബഹളം തുടങ്ങി. ഇയാളാരും ഞങ്ങളാരും ഇയാളുടെ അടിമകളാണോ മറ്റതാണോ മറിച്ചാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇവൻ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണവൻ. അവിടുത്തെ സർവീസ് മാനേജർ അവൻ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയാവുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്നെ നന്നാക്കേണ്ട, പുള്ളി എനിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ നിൽക്കുകയായിരുന്നു. എന്നെ നന്നാക്കി എൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയാണ് പുള്ളിയുടെ പണി. പുള്ളിക്ക് വണ്ടി സർവീസ് ചെയ്ത് വണ്ടി നന്നായിട്ട് സർവീസ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നതല്ല പുള്ളിയുടെ പണി. അവിടെ ചെല്ലുന്നവർക്ക് അവരെ നന്നാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവനവിടെ ഇരിക്കുന്നത്. അതാണ് അവൻ്റെ ജോലി. അപ്പോൾ അവനങ്ങനെ സംസാരിച്ചു. അതിനുശേഷം എന്നോട് ഭയങ്കര ക്ഷുബ്ധനായിട്ട് സംസാരിച്ചു. ഞാനും ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കേണ്ടി വന്നു. കുറേ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ ആരോടും ദേഷ്യപ്പെടാറില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് വണ്ടി തിരിച്ച് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിച്ച് ഞാൻ അവനെ കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിച്ചു. അവനെനിക്ക് ഈ സർവീസ് മാനേജർ വണ്ടി തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ വണ്ടി ഇവിടെ കിടന്നോട്ടെ, ഞാൻ ഇനി ഈ വണ്ടി എടുക്കാനായിട്ട് ഈ ഷോറൂമിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ഇവൻ സർവീസ് മാനേജറോട് പറഞ്ഞു, ഞാൻ ജിതേഷ് എന്ന് പറഞ്ഞ അഡ്വൈസറോട് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ വാഹനത്തിൻ്റെ കാര്യത്തിൽ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാണ്, ഞാൻ ഇനി വാഹനം എടുക്കാൻ വരത്തില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടുത്തെ സർവീസ് മാനേജറുടെ അസിസ്റ്റൻറ്റും ആരും അവിടെ ഒരു മേഡം ഉണ്ട്. പുള്ളിക്കാരിച്ച് ഓടി വന്നു. വേറെ എനിക്ക് പരിചയമുള്ള 1-2 പേരുണ്ട്. 5-8 വർഷമായിട്ട് ഞാൻ അറിയുന്ന ചിലരുണ്ട്. അഖിൽ എന്ന് പറഞ്ഞ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പയ്യനൊക്കെ ഉണ്ട്. അവരൊക്കെ പക്ക ഡീസൻ്റാണ്. അത്ര വർഷങ്ങളായിട്ട് നമ്മളവരവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും വന്നിട്ട് അന്നേരം ആ സമയത്ത് സർവീസ് മാനേജർ പറഞ്ഞു എന്നാൽ വണ്ടി കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു, ബില്ല് ചെയ്തോളാൻ പറഞ്ഞു. അവരുടെ എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഡീസലിൽ പോകുന്നത് വണ്ടി പുറത്ത് കിടന്ന് കത്തിപ്പോയാലും അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് വണ്ടി തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്ത് തരാം, എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവിക്കുന്ന സമയം മുതൽ ഞാൻ പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫിറ്റിങ്സൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. അന്നേരം വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്ക്രൂ ഞാൻ പോയിന്റിൽ കാണിക്കാം, അത് ഇളക്കാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ പ്രസൻസ് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇത് ലൂസാക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു.
വണ്ടിക്ക് ഒരു തുള്ളി പോലും വണ്ടിയുടെ ഡീസൽ പോകുന്നില്ല. ആ വണ്ടി അവരുടെ യാർഡിലേക്ക് കയറ്റിയിട്ട് സർവീസ് ചെയ്യുന്ന യാർഡിലോട്ട് കയറ്റിയിട്ട് 3/4 മണിക്കൂർ ഞാൻ ആ വാഹനത്തിൻ്റെ കൂടെ അവിടെ നിന്നിട്ടും ഒരു തുള്ളി ഡീസൽ പോലും അതിൽ ലീക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫിറ്റിങ്സ് എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഞാൻ അതിൻ്റെ വീഡിയോ സഹിതം ഞാനത് കാണിക്കാൻ, ഫോട്ടോ ഉണ്ട്, വീഡിയോ എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ ബില്ല് കൊണ്ടുവന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഈ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ്റെ ക്യാബിൻ കസ്റ്റമർ ലോഞ്ചിൽ കയറ്റിയിട്ട് എന്നെ കൊണ്ട് ബില്ല് സൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തത്രപ്പാടാണ് ജിതേഷ് എന്ന് പറഞ്ഞ അഡ്വൈസർ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്നും അകത്ത് കയറി ഈ ബില്ലിൽ സൈൻ ചെയ്യുന്ന സമയം കൊണ്ട് അവിടുത്തെ മെക്കാനിക്കിനെ കൊണ്ട് ഈ സ്ക്രൂ അവൻ ലൂസ് ചെയ്യിച്ചു. അപ്പോൾ മുതൽ വണ്ടിയുടെ ഡീസൽ ലീക്കാകാൻ തുടങ്ങി. അങ്ങനെ അത് ഞാൻ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡീസൽ ലീക്ക് ആരംഭിച്ചു. അങ്ങനെ ഡീസൽ ലീക്കോടുകൂടി ഞാൻ ബില്ല് പേ ചെയ്തു. അവർ പറഞ്ഞ 3657 സംതിങ് രൂപ ഞാൻ ബില്ല് പേ ചെയ്തു. അതിനുശേഷം ഈ ഡീസൽ ലീക്കോടുകൂടി വണ്ടി എനിക്ക് യാർഡിൽ നിന്ന് പുറത്തിറക്കി തന്നു. ഒരു മിനിറ്റ്, ഞാൻ വരാം. ഞാൻ ആ വണ്ടിയുമായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവിടുത്തെ സർവീസിൽ തന്നെ അസിസ്റ്റൻറ്റ് മാനേജറാണെന്ന് തോന്നുന്നവർ ഹേമ മേഡം ഓടി വന്നു. എൻ്റെ ആ സ്നേഹിതനായിരുന്ന ഞാൻ 5-8 വർഷമായിട്ട് പരിചയമുള്ള അഖിൽ എന്ന് പറഞ്ഞ ആ വ്യക്തിയും വന്നിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ഈ സാർ ഇങ്ങനെ വണ്ടി ഈ ഡീസൽ ലീക്കോടുകൂടി വണ്ടി കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസമായിട്ട് 26 ദിവസമായിട്ട്, അതായത് 5-ാം തീയതി മുതൽ 26-ാം തീയതിയാണ് ഇന്ന്, ഈ ദിവസം വരെ എന്നോട് പറഞ്ഞതും ചെയ്തതും സംസാരിച്ചതും എല്ലാം എൻ്റെ ഫോണിൽ റെക്കോർഡഡാണ്. അദ്ദേഹം സർവീസ് അഡ്വൈസർ പറഞ്ഞതും എല്ലാം എൻ്റെ കയ്യിൽ റെക്കോർഡഡാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് രീതികൾക്കനുസരിച്ച് എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല ഇവർ. ഇന്നിപ്പോൾ ഞാൻ വന്ന് ഈ വണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് അവർ ചെയ്തു തരാമെന്ന് പറയുന്നത്. അവസാനം മേഡമായിട്ട് അഖിലുമായിട്ട് സംസാരിച്ചിട്ട് ഒരു തീർപ്പിലേക്ക് എത്തി. എനിക്ക് ആ വണ്ടി നല്ല ധൈര്യമുണ്ട്. ആ വണ്ടി എടുത്തുകൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയിട്ട് ഒരു സ്പാനർ മേടിച്ചാൽ അത് ടൈറ്റ് എനിക്കറിയാം. ഞാനത് ചെയ്യാതെ അവിടെ തന്നെ ഇട്ട് ഞാൻ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് ആ പാർട്സ് ഒരു ദിവസത്തിനുള്ളിൽ, പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ പാർട്സ് എത്തും. ചെന്നൈയിൽ നിന്ന് 6 മണിക്കുള്ളിൽ എനിക്ക് വാഹനം നന്നാക്കി തരാമെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് മാത്രം ഞാൻ ആ വണ്ടി ഇവിടെ കൊടുത്തതാണ്. കാരണം എനിക്ക് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി ആവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ കൊടുത്തതാണ്. എനിക്കറിയാം, ഒരു സ്പാനർ അവിടെ നിന്ന് മേടിച്ചിട്ട് ഞാൻ ആ ഡീസൽ ലീക്ക് ഇവർ ലൂസാക്കി വെച്ച സ്ക്രൂ ടൈറ്റ് ചെയ്ത് ആ ഡീസൽ ലീക്ക് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനത് കണ്ടതാണ്. അല്ലെങ്കിൽ 3/4 മണിക്കൂർ സ്റ്റാർട്ടായി കിടന്ന വണ്ടിക്കകത്തുനിന്ന് ഒരു തുള്ളി ഡീസൽ പോലും വരാതെ ഞാൻ ബില്ല് സൈൻ ചെയ്യാൻ വേണ്ടി എന്നെ ഇവൻ വിളിച്ച് അകത്ത് മനഃപൂർവ്വം വിളിച്ച് കൊണ്ടുപോയി എന്നെ അകത്ത് കയറ്റിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് മെക്കാനിക്കിനെ റെഡിയാക്കി നിർത്തിയിരുന്നു. ഞാൻ അകത്ത് കയറുമ്പോൾ ഈ സ്ക്രൂ ലൂസ് ചെയ്യാൻ. അങ്ങനെയാണ് ഇവരുടെ സർവീസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആലപ്പുഴ പെൻസിലർ ഹോണ്ടയിലെ ചരിത്രമാണ് എൻ്റെ വാഹനത്തോടുള്ള ബന്ധത്തിലുള്ള ചരിത്രമാണ്. ഇത് മാത്രമല്ല, എൻ്റെ വാഹനം ഞാൻ എടുത്ത സമയത്ത്, ഞാൻ പാക്കേജ് ഓടുന്ന സമയത്ത് ഇതുപോലെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് സർവീസ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോയി കസ്റ്റമർ കയറുന്ന സമയത്ത് കസ്റ്റമറുടെ കയ്യിൽ ഹാൻഡിലിൽ നിന്ന്, ഡോറ് തുറക്കുന്ന ഹാൻഡിലിൽ നിന്ന് ഗ്രീസ് കയ്യിലായി. അവസാനം എനിക്ക് വന്ന 16 പാക്കേജാണ് ക്യാൻസലായി പോയത്. അങ്ങനെ ഒരു ചരിത്രം അതിന് മുൻപ് എനിക്കുണ്ടായി. മാത്രമല്ല, ഈ വാഹനം ഞാൻ ആ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട സബ്സിഡി തന്നില്ല. അന്നത്തെ വാഹനം സെയിൽ ചെയ്ത സെല്ലർ അന്ന് എന്നോട്
കുറേ പേപ്പറുകൾ സൈൻ ചെയ്ത് വാങ്ങിച്ചിരുന്നു. കാരണം ലോണോട് കൂടിയാണ് വാഹനം എടുത്തത്. കുറേ പേപ്പറുകൾ സൈൻ ചെയ്ത് മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സൈൻ ചെയ്യാത്ത പേപ്പർ പോലും അവൻ സൈൻ ചെയ്ത് വെച്ചിരുന്നു. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് സബ്സിഡി കിട്ടാനായിട്ട് ഞാൻ അപേക്ഷ കൊടുത്തപ്പോൾ എൻ്റെ വാഹനത്തിന് സബ്സിഡി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്ന് ഇത് പേപ്പർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് RTO ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഞാൻ അവസാനം ആലപ്പുഴ കളക്ട്രേറ്റിൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. ആലപ്പുഴ കളക്ട്രേറ്റിൽ നിന്ന് ചേർത്തല RTOയിലേക്ക് എൻ്റെ റിക്വസ്റ്റ് വന്നു. അവിടെ നിന്ന് ചേർത്തല RTOയിൽ നിന്ന് എന്നോട് അറിയിച്ചത് ആ വാഹനത്തിന് നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കത്തില്ല. അങ്ങനെയാണ് ആ ഷോറൂമിൽ നിന്ന് ഹോണ്ടക്കാരെ നമുക്ക് സബ്സിഡി തന്നിട്ടില്ല. അങ്ങനെയാണ് അവിടുന്ന് ബില്ല് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇവരുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ എൻ്റെ വാഹനത്തിന് സബ്സിഡി കിട്ടിയിട്ടില്ല. ഞാനത് അന്വേഷിക്കാൻ വേണ്ടി ഷോറൂമിൽ ചെല്ലുമ്പോൾ ആ ഷോറൂമിൽ അന്ന് സെല്ല് ചെയ്ത അവൻ പറഞ്ഞിരുന്നത് ഞാനത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്, പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സബ്സിഡി വേണ്ടെന്നും പറഞ്ഞു. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ 40,000 45,000 രൂപ സബ്സിഡി കിട്ടുന്നത് വേണ്ടെന്നും പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറയുമോ ആരെങ്കിലും? ഞാൻ അവസാനം എനിക്കത് പേപ്പർ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്ന് പേപ്പർ കാണിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ചെയ്ത സൈനല്ല, അത് അവൻ തന്നെ ചെയ്ത സൈനാണ്. വേറെ ആരെക്കൊണ്ടോ സൈൻ ചെയ്യിച്ചിട്ടാണ് പേപ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഷോറൂമിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതൊരു ഭാഗം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം ഞാൻ ഇതിന് വീഡിയോക്കകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ ഞാൻ വീണ്ടും അവിടെ അവർ പറഞ്ഞതും പ്രകാരം ഞാൻ ഏൽപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ 3 മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് 3 മണിക്ക് ചെല്ലാനാണ് എന്നോട് അവർ പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം ഞാൻ 12 മണിയായപ്പോൾ ഞാൻ ഷോറൂമിൽ ചെന്നു. ഞാൻ 12 മണിയായപ്പോൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എന്നോട് നല്ല രീതിയിൽ നന്നായിട്ട് ബിഹേവ് ചെയ്ത, നന്നായിട്ട് ഡീല് ചെയ്ത ആ മാഡം അവരെ അന്ന് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഹാഫ് ഡേ ലീവ് ആക്കിയിട്ട് അവരെ അവിടുന്ന് വിടുകയായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ ചെന്നതുകൊണ്ട് അവരെ കണ്ടു. ഞാനന്ന് ചെല്ലുമ്പോൾ അവർ വളരെ സൈലൻ്റാണ്. അവർക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റാതെ, എന്നോട് സംസാരിക്കുന്നേയില്ല. അവരെന്നോട് സംസാരിക്കാതെ വളരെ മൗനമായിട്ട് അവർ നിന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ ഹാഫ് ഡേ ലീവിൽ പോവുമായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഈ വണ്ടി ഡെലിവറി ആക്കാനുള്ള പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് തന്നത്. മാത്രമല്ല എൻ്റെ വാഹനത്തിൻ്റെ മാറിയ പാർട്സിൻ്റെ സാധനങ്ങളെല്ലാം വണ്ടിയിലിടണമെന്ന് പറഞ്ഞു. ആ സാധനങ്ങളൊന്നും എൻ്റെ വണ്ടിയിൽ ഇട്ടിട്ടില്ല. ഈ 9,338 രൂപ ഞാൻ രണ്ടാമത് ഇതിനു വേണ്ടി പേ ചെയ്യേണ്ടി വന്നു. അതായത് വെറും 3,500 രൂപ കൊണ്ട് തീരേണ്ട പ്രശ്നം വെറും 5-6 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തീർക്കേണ്ട കംപ്ലൈൻറ്റ് 26-ാം തീയതി വരെ, അതായത് മാർച്ച് 5 തൊട്ട് 26-ാം തീയതി വരെ, 27-ാം തീയതിയാണ് എനിക്ക് രണ്ടാമത് ബില്ലടിച്ച് വണ്ടി എനിക്ക് ഡെലിവറി തരുന്നത്. ഈ വണ്ടി എനിക്ക് ഡെലിവറി തരുമ്പോൾ ഞാൻ 24-ാം തീയതി അവിടെ ചെല്ലുന്ന സമയത്ത് 26-ാം തീയതി ബില്ലടിച്ച് ഞാൻ വണ്ടി പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ആ വണ്ടിക്കകത്ത് മീറ്ററിൽ മറ്റൊരു സിഗ്നലും ഇല്ലായിരുന്നു. എന്നാൽ 27-ാം തീയതി വരെ എനിക്ക് വണ്ടി ബില്ലടിച്ച് തരുമ്പോൾ അതിൽ എൻജിൻ്റെ ആ ഭാഗം യെല്ലോ ലൈറ്റ് കത്തിക്കിടക്കുക. ലൈറ്റ് പിടിക്കലോ വീഡിയോ അപ്പം അതിനു മുമ്പ് എന്നോട് മുൻപ് പറഞ്ഞിരുന്നു അതിൻ്റെ ECG വാൽവ് എന്തോ പോർഷൻ ഇത് മാറണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 26-ാം തീയതി വണ്ടി സ്റ്റാർട്ടാക്കി എനിക്ക് ഡീസൽ ലീക്കോട് കൂടി തരുമ്പോൾ ഈ പറഞ്ഞ എൻജിൻ്റെ യാതൊരു സിഗ്നൽ പോലും അതിനകത്തില്ല. ഞാൻ അതിനകത്ത് വീഡിയോ വിത്ത് ഫോട്ടോ സഹിതം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ വാഹനം അവർ ഡെലിവറി ചെയ്ത് തന്നത്. എനിക്ക് പറയാനുള്ളത്, ആലപ്പുഴ പെൻസിലാർ ഹോണ്ടയിൽ സർവീസ് ചെയ്യാൻ പോകുന്ന എല്ലാവരും, അവിടെ നിന്ന് വാഹനം എടുക്കാൻ ചെല്ലുന്ന എല്ലാവരും ഈ ഒരു അനുഭവം തിരിച്ചറിയണം. ഇതെനിക്ക് മാത്രമല്ല, ഞാൻ വാഹനം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ACP ആണ്, അദ്ദേഹത്തിൻ്റെ മോൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എപ്പോഴൊക്കെയും ഞാൻ ആ ഷോറൂമിൽ ചെന്നിട്ടും അന്നൊക്കെയും അവിടെ സർവീസ് സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ സർവീസ് ചെയ്യുന്നവരെല്ലാവരും, അവിടെ സർവീസ് ചെയ്യുന്നവരാർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല.
അവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം മേടിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി വാഹനം കൊണ്ടുചെല്ലുന്ന മറ്റുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാഹചര്യം അവിടെ ഇല്ല, ഇനിയും ഒട്ടും ഉണ്ടാകത്തുമില്ല. കാരണം ഇതാണ് ഇവരുടെ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ടൊയോട്ടയിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, ടൊയോട്ടയിൽ അവരുടെ സർവീസിൻ്റെ രീതികൾ അങ്ങനെയല്ല. വാഹനം ടൊയോട്ടയിൽ നമ്മൾ കൊണ്ടുപോയാൽ അവർ നമ്മളോട് ഡീൽ ചെയ്യുന്നതും, വാഹനം എടുക്കാൻ ചെല്ലുമ്പോൾ ഡീൽ ചെയ്യുന്നതും, വാഹനം സർവീസ് ചെയ്യാൻ ഡീൽ ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എറണാകുളം പെനിൻസുലാർ ഹോണ്ടയിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയത്തില്ല അവിടുത്തെ മറ്റു ഹിസ്റ്ററികൾ. പക്ഷേ ഞാൻ ചെന്ന സമയത്തെല്ലാം എന്നോടെല്ലാം നല്ല ഡീലിംഗ് ആയിരുന്നു. നമ്മൾ വാഹനം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് എങ്ങനെ ഇടപെട്ടോ അതുപോലെ തന്നെയാണ് അവിടെ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇതാണ് എൻ്റെ ആലപ്പുഴ പെനിൻസുലാർ ഹോട്ടലിലെ എൻ്റെ അനുഭവം. ഇതുപോലുള്ള അനുഭവങ്ങളുള്ളവരെല്ലാവരും നിങ്ങൾ വീഡിയോയായിട്ടും റിപ്ലൈ ആയിട്ടും എനിക്ക് ഇതിൽ ഷെയർ ചെയ്യണം. കാരണം നമ്മൾ കസ്റ്റമേഴ്സ്, നമ്മൾ വാങ്ങിക്കുന്ന ഓണേഴ്സ്, ഒരു വാഹനം വാങ്ങിക്കുന്ന ഉപഭോക്താവ്, ആ ഉപഭോക്താവിനോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്. ഒരു ദിവസത്തിന് കൂടി നമ്മൾ നീട്ടിയാൽ, അല്ലെങ്കിൽ 4-5 ദിവസം കൂടി വാഹനമോടെ അവർക്ക് സർവീസ് ചെയ്യാൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ കള്ളം പറഞ്ഞ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വാഹനം നന്നാക്കാനായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും നിൽക്കില്ല. കാരണം ഉപഭോക്തൃ കോടതി, ഞാനിപ്പോൾ ഉപഭോക്തൃ കോടതിയിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും തെളിവുകളെല്ലാം എൻ്റെ കൈവശമുണ്ട്. ഞാനതെല്ലാം റെക്കോർഡിങ്ങിലാണ് എൻ്റെ കയ്യിൽ. ഞാനത് കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഇതേ അനുഭവമുള്ള എല്ലാവരും കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം. നമ്മളുടെ അവകാശമാണിത്. നമ്മൾ വാങ്ങിക്കുന്ന വാഹനത്തിനും അതിന് തന്നിരിക്കുന്ന സർവീസും എല്ലാം നമ്മുടെ അവകാശമാണ്. അത് നുണ പറഞ്ഞും കള്ളം പറഞ്ഞും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അധ്വാനിക്കുന്ന പൈസ വെറുതെ മേടിച്ചെടുക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ബോധമില്ലാത്ത കുറേ സർവീസ് മാനേജർമാരും ബോധമില്ലാത്ത കുറേ അഡ്വൈസർമാരും ഉണ്ട്. അവർ പറയുന്നതനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന കുറച്ച് മെക്കാനിക്കന്മാരും അവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഇതെൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഞാൻ വളരെ ഷോർട്ടാക്കിയാണ് ഇതിനെടുക്കുന്നത്. ഒത്തിരി ഹിസ്റ്ററി എൻ്റെ കൂടെ ചേർക്കാനുണ്ട്, ഒത്തിരി ചരിത്രങ്ങളുണ്ട് പിന്നിൽ. എങ്കിലും ഇതൊരു ആരംഭമായിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കണം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളും കൂടെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോഴേക്ക് ഈ വീഡിയോ നിർത്തുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകും. തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോണ്ട കമ്പനിയിലേക്ക് ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് മുഴുവൻ, എൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഞാൻ അതിലേക്ക് അറിയിക്കാനായിട്ട് പോവുകയാണ്. അതിനും നിങ്ങളുടെ സഹായങ്ങളും സഹകരണവും ഉണ്ടാകണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.